ഇന്നത്തെ മീറ്റിംഗ് റീഡിംഗ് എന്ന കർത്താവിന്റെ ദാസനായ സ്തോത്രം മറ്റേവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നലെ രാത്രിയിലും അല്പസമയം നമുക്ക് ദൈവവചനം ചിന്തിക്കുവാൻ കർത്താവ് അവസരം തന്നു. ഇന്ന് രാത്രിയിലും അതിന്റെ തുടർച്ച എന്ന വണ്ണം ചില കാര്യങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. ഇന്നലെ വായിച്ച വാക്യം തന്നെ ഒന്ന് വായിച്ച് നമുക്ക് ചിന്തകൾക്ക് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 23-24 വാ. Ephesians chapter 4 verse 23 and 24. ആർക്കെങ്കിലും മറക്കൊന്ന് വായിക്കും. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഇന്നലെ നാം ഈ ഭാഗത്തിൽ നിന്നാണ് ചിന്തിച്ചത്. പുതുക്കം പ്രാപിക്കുന്ന ഒരു അനുഭവം, റിന്യൂയിങ്, അപ്ഡേറ്റിംഗ്, അതാണ് നമ്മൾ ചിന്തിച്ചത്. അപ്ഡേറ്റിംഗ്, നമ്മളെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, സ്പിരിച്വൽ അപ്ഡേഷൻസ്, ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു കർത്താവ്. അപ്പം ഇനി നമുക്ക് വേണ്ടുന്നത് അപ്ഡേഷൻസ് ആണ്. എല്ലാ ദിവസവും ഉണ്ടാകണം. നമ്മുടെ എല്ലാ കൂട്ടായ്മകളിലും ആ അപ്ഡേഷൻസിന് കാരണമാകണം. അത് നമ്മളെ ആത്മീയമായി വളർത്തുകയും ദൈവത്തിന് ഇഷ്ടമുള്ള നിലവാരത്തിൽ നമ്മളെ ഈ ഭൂമിയിൽ ദൈവം ഉപയോഗിക്കുന്നതിന് അത് കാരണമാകുകയാണ്. ഇന്നലെ നമ്മള് പത്രോസിന്റെ ജീവിതത്തിൽ നിന്നാണ് ഈ ചില ചിന്തകൾ ഇതിന് ആധാരമായി നാം ചിന്തിച്ചത്. അത് 5 കാര്യങ്ങൾ. ഹി റിവ്യൂഡ് ജീസസ്, ഹി വാസ് അബൌട്ട് ടു സിങ്. യേശുവിനെ ശാസിക്കുന്ന ഒരു പത്രോസിനെ നാം കാണുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പത്രോസിനെ നാം അവിടെ കണ്ടു. പിന്നെ അതിനുശേഷം ഹി വാസ് അബൌട്ട് ടു സിങ്, താൻ വെള്ളത്തിലേക്ക് താണു പോവുകയാണ്. അത് ഇറാഷണൽ ആയിട്ടുള്ള ഒരു ഭയം തന്നെ ഭരിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനിടയായി. യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇമോഷണൽ ആയെടുത്ത ചില തീരുമാനങ്ങൾ തന്നെ യേശുവിനെ തള്ളിപ്പറയുന്നതിലേക്ക് കൊണ്ടെത്തിച്ചു. വീണ്ടും താൻ ഒരു മടങ്ങിപ്പോക്ക്, തൻ്റെ ഒരു ദൈവാശ്രയത്തിലും ദൈവികമായ പ്രത്യാശയിൽ നിന്നുള്ള ഒരു മടങ്ങിപ്പോക്ക് നാം കാണുവാനിടയായി. അതോടൊപ്പം തന്നെ യേശു കർത്താവിനെ സ്നേഹിക്കുന്നതിൽ എത്രമാത്രം സ്നേഹിക്കുന്നു, ബാക്കിയുള്ളതിനേക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം തന്റെ ഹൃദയത്തിൽ നിന്ന് നൽകാൻ കഴിയാത്തവണ്ണം ദൈവമേ അങ്ങ് അറിയുന്നു എന്നൊരു ഉത്തരത്തിൽ താൻ അത് ഒതുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒക്കെ ഒത്തിരി പരിമിതികളുള്ള ഒരു പത്രോസിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുവാനിടയായി. ഇനി അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമുക്ക് വരാം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഓരോ അപ്ഡേഷൻസിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു പത്രോസിനെയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ 1-ാം അധ്യായത്തിൽ തന്നെയുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത ഒരു അപ്ഡേഷൻ പ്രാപിച്ച പത്രോസിന്റെ ജീവിതത്തിൽ ഈ പറയുന്ന 5 കാര്യങ്ങളിൽ നിന്നും ഒരു അപ്ഡേഷൻ പ്രാപിച്ചിട്ടാണ് അടുത്ത മുമ്പിലോട്ട് പോകുന്നത്. അപ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ കാണുന്ന മറ്റു ചില കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ 1-ാം അധ്യായത്തില് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ 1-ാം വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ പത്രോസിന്റെയും ബാക്കിയുള്ള അപ്പോസ്തോലന്മാരുടെയും ജീവിതത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തിയ അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോയ, അവരെ അപ്ഡേറ്റ് ചെയ്യാനായി അവരെ സഹായിച്ച പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. 1-ാമത്തെ കാര്യം നമുക്കൊന്ന് വായിക്കാം. 1-ാമത്തെ കാര്യം ഓരോരുത്തർ പെട്ടെന്ന് ആ വാക്യങ്ങളെ ഒന്ന് വായിക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. 1-ാമത്തെ കാര്യം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, 2-ാമത്തെ കാര്യം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 3-ാമത്തെ കാര്യം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. 1, 2, 1, 4, 1, 11 ഈ 3 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ മതി. അപ്പൊ 1-ാമത്തെ കാര്യം, 1-ാമത്തെ ഒരു കൺഫർമേഷൻ കൊടുക്കുകയാണ്. എന്താണ് കൺഫർമേഷൻ? 1-ാമത്തെ കൺഫർമേഷൻ ഇതാണ്: 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്തു? അനേക ദൃഷ്ടാന്തങ്ങളാൽ കാണിച്ചു. അപ്പൊ 1-ാമത്തെ കാര്യം ഇതാണ്, കൺഫേം ചെയ്യുകയാണ്. താൻ ജീവിച്ചിരിക്കുന്നു
താൻ ലൈവാണ്, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ജീവിച്ചിരിക്കുന്നു എന്ന ഒരു കൺഫർമേഷൻ കൊടുക്കുകയാണ്. അതാണ് ഒന്നാമതായി നമുക്ക് ആ അധ്യായത്തിൽ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൺഫർമേഷൻ അബൌട്ട് ഹിസ് എന്താ പറയാ റിസറക്ഷൻ, ഉയർപ്പിനെ കുറിച്ചുള്ള ഒരു കൺഫർമേഷൻ കൊടുക്കുന്നു. രണ്ടാമത്തേത് നാം വായിച്ച 4-ാമത്തെ വാക്യത്തിലാണ്. അച്ഛൻ തന്നെ വായിച്ചു. അങ്ങനെ അവർ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വചനത്തിനായി കാത്തിരിക്കണം. ഇവിടെ രണ്ടാമതായി പറയുന്നത് ഒരു വാഗ്ദത്തമാണ്. സെക്കൻഡ് ഈസ് എ പ്രോമിസ്. ഫസ്റ്റ് വൺ ഈസ് എ കൺഫർമേഷൻ. ബട്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു പ്രോമിസ് ആണ്. എന്താണ്? എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഈ രണ്ടാമത്തെ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം 11-ാമത്തെ വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവൻ വീണ്ടും വരും. ഇതൊരു പ്രോമിസാ കേട്ടോ. അപ്പൊ ഈ അധ്യായത്തിൽ ഈ അപ്പോസ്തല പ്രവർത്തികൾ മുഴുവൻ അപ്പോസ്തലനായ പത്രോസ്, അതിന് ശേഷം വരുന്ന നമുക്ക് കാണാൻ കഴിയുന്ന സ്തെഫാനോസ് ആകട്ടെ, പൗലോസ് ആകട്ടെ, ബാക്കിയുള്ള അപ്പോസ്തലന്മാരാകട്ടെ, എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തിയതും അവരെ മുമ്പോട്ട് കൊണ്ടുപോയതുമായ 3 അടിസ്ഥാന പരമായ കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അവർക്ക് വ്യക്തമായ ഒരു ബോധ്യമുണ്ടായിരുന്നു. വ്യക്തമായ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം എന്താണ്? വ്യർത്ഥമായി പോകും. നമ്മൾ മരണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ മരണത്തോടുകൂടെ തീരുന്നതല്ല. ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം കിടക്കുന്നത്. ഇവരെ പത്രോസിനെ അപ്ഡേറ്റ് ചെയ്തത്, അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മ സ്നാനമൊക്കെ നാം കാണുന്നുണ്ട്. പക്ഷേ ആ വിശ്വാസപരമായ ഒരു അപ്ഡേഷൻസ്, ആ അടിസ്ഥാനപരമായ ഒരു അപ്ഡേഷൻ ഇവിടെ സംഭവിക്കുകയാണ്. യേശു അവർക്ക് കാണിച്ചു കൊടുത്തു താൻ ജീവിച്ചിരിക്കുന്നു എന്ന്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർക്ക് ഒരു വാഗ്ദത്തം കൊടുത്തു. അടുത്ത അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കൊടുത്ത വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണവും നിവൃത്തിയൊക്കെ നാം കാണുന്നു. മൂന്നാമത് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. അത് മറ്റൊന്നുമല്ല, യേശു പോയതുപോലെ മടങ്ങി വരും. ഹി വിൽ കം ബാക്ക് ഇൻ ദ സെയിം വേ. അവൻ പോയതുപോലെ യേശു മടങ്ങി വരുമെന്നുള്ള മൂന്നാമത്തെ ഒരു വാഗ്ദത്തവും അവർക്ക് നൽകുവാനിടയായി. ഈ 3 അടിസ്ഥാനപ്പെട്ടതായിരുന്നു അവരുടെ വിശ്വാസവും അവരുടെ ശുശ്രൂഷയും അവരുടെ വളർച്ചയും അവരുടെ സഭയുടെ വ്യാപനവും ഒക്കെ. നമ്മുടെയും അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളും അടിസ്ഥാനമായി നമ്മൾ വിശ്വസിക്കുന്ന പലതുമുണ്ട്. പക്ഷേ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അപ്ഡേഷൻസ് ഇതിലും ആയിരിക്കണം. യേശു ജീവിക്കുന്നു, ഹി ഈസ് അലൈവ്. അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. പലപ്പോഴും നമ്മുടെ ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, അവർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഇതാണ്. ഇല്ലോജിക്കൽ. കഴിഞ്ഞ ദിവസം എന്നോട് കുറച്ച് ചെറുപ്പക്കാരെ സംസാരിച്ച് പറഞ്ഞു, പാസ്റ്റർ എങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റും? യേശു ജീവിക്കുന്നെന്ന് എങ്ങനെയാ വിശ്വസിക്കാൻ പറ്റുന്നേ? ഞങ്ങൾക്ക് വേണം ഇങ്ങനെ വിശ്വസിക്കാം. എങ്ങനെയാണെന്ന് അറിയാമോ? അവർ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നു. എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നു? ഇന്നും മഹാത്മാഗാന്ധി ജീവിക്കുന്നു. ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ മഹാത്മാഗാന്ധി ജീവിക്കുന്നു. ജവഹർലാൽ നെഹ്റു ജീവിക്കുന്നു. രവീന്ദ്രനാഥ് ടാഗോർ ജീവിക്കുന്നു. എങ്ങനെ? അവരുടെ എഴുത്തുകളിലും അവർ ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞ നല്ല കാര്യങ്ങളിലെയും ഒക്കെ ഹൃദയത്തിൽ ധ്യാനിച്ച് അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്ത് അവരെ അടുത്ത തലമുറയിൽ അവർ ജീവിക്കുന്നു എന്ന് നാം എന്ത് ചെയ്യുക? വിശ്വസിക്കുന്നു. അങ്ങനെയാണോ യേശു ജീവിക്കുന്നത്? അങ്ങനെയല്ല യേശു ജീവിക്കുന്നത്. ഇന്നത്തെ ഒരു തലമുറ മഹാത്മാഗാന്ധി ജീവിക്കുന്നത് പോലെയും രവീന്ദ്രനാഥ് ടാഗോർ ജീവിക്കുന്നത് പോലെയും യേശു ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ആ പശ്ചാത്തലത്തിലേക്ക് നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇതാണ്. യേശു ജീവിക്കുന്നു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്നു എന്ന ആ വലിയ സത്യത്തിലാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇരിക്കുന്നത്. അതിലാണ് നാം ഉറച്ചു നിൽക്കേണ്ടത്. അത് പലപ്പോഴും പിശാച് ഇളക്കിക്കളയാൻ ശ്രമിക്കുന്നതും അതാണ്. യേശു ജീവിക്കുന്നുണ്ടോ? യേശു ഇന്നും ജീവിക്കുന്ന ദൈവമായിട്ട് നമുക്ക് അനുഭവിക്കാനായി സാധിക്കുന്നുണ്ടോ?
ഇത് പലപ്പോഴും ഈ ചിന്തകൾ നമ്മളിലേക്ക്, കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറുപ്പക്കാരൻ ബീഡിയൊക്കെ കഴിഞ്ഞ ഒരു ചെറുപ്പം ഞങ്ങളുടെ ചർച്ചിൽ യാദൃച്ഛികമായിട്ട് വന്നതാണ്. ചില മാസങ്ങൾ അദ്ദേഹം വരുവാനിടയായി. അതിനുശേഷം 2 ആഴ്ച അദ്ദേഹത്തെ കണ്ടില്ല. ഞാൻ ചോദിച്ചു പറഞ്ഞു, ഫസ്റ്റ് ഐ ആം കൺഫ്യൂസ്ഡ് അബൌട്ട് ജീസസ് ആൻഡ് ഹിസ് ഡിവിനിറ്റി. യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും കഴിയുന്നില്ല. ഞാൻ പറഞ്ഞത് ബീഡിയൊക്കെ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. എന്താണ് ഇത്രയും നാള് പഠിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ മീൻ ആ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ വളരെ വേദനിപ്പിക്കുവാനിടയായി. ഇന്ന് പലരിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, അവർക്ക് യേശു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കാനായി കഴിഞ്ഞില്ല. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ യേശു കർത്താവ് എടുത്ത ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എന്തായിരുന്നു? അനേക ദൃഷ്ടാന്തങ്ങളാൽ അവരോട് പറഞ്ഞു കൊടുക്കുക, കുഞ്ഞെ ഞാൻ ഇന്നും ജീവിക്കുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. അവരതിൽ വിശ്വസിച്ചു. 2 പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം. 3 യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള വാഗ്ദത്തം. അപ്പൊ ഒരു കൺഫർമേഷനും 2 പ്രോമിസിലും നിലനിൽക്കുന്നതായിരുന്നു അവരുടെ ശുശ്രൂഷകളും അവരുടെ അപ്ഡേഷൻസ് മുഴുവൻ. ഇത്രയും കിട്ടിയതിന് ശേഷം, ഈ 3 കാര്യങ്ങൾ ലഭിച്ചതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, പത്രോസിന്റെ ജീവിതത്തിലെ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് രാത്രി നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. 6 പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. ഈ 3 കാര്യങ്ങൾ തനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു അപ്ഡേഷൻ, അടുത്ത ലെവലിലേക്ക് പോവുക. നമ്മൾ വിചാരിക്കുന്നത് 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാ സ്നാനം പ്രാപിച്ചതിന് ശേഷമാണ്. അങ്ങനെയല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അപ്പോസ്തല പ്രവൃത്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശു ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു എന്ന വലിയ വിശ്വാസമാണ്. അതാണ് 1-ാമത്തെ കാര്യം. 2 പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം, 3 യേശു മടങ്ങി വരും എന്ന ആ അധ്യായത്തിൽ തന്നെ പറയുന്ന വലിയ വാഗ്ദത്തം. ഇത് 3ലും നമുക്കും വിശ്വസിക്കുവാനും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇതിൽ ആയിരിക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇത് കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ ജീവിതത്തിലെ ചില ഗുണങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. അത് 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ചില ക്വാളിറ്റീസ് ഓർ ചില അപ്ഡേഷൻസ് ഇൻ ദ ലൈഫ് ഓഫ് പീറ്റർ, അതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. വായിച്ചാൽ. യാക്കോബിന്റെ മകനായ യൂദ ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. കണ്ടോ, ഇവിടെ നാം കാണുന്നു, അവർ യെരുശലേമിന് സമീപം, 12-ാമത്തെ വാക്യം, ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ പത്രോസ് അടക്കമുള്ള എല്ലാവരും കൂടിയിരുന്ന് എന്ത് ചെയ്യാണ്? പത്രോസിന്റെ ജീവിതത്തിന്റെ ഒരു അപ്ഡേഷൻ നമ്മൾ ഈ പറയുന്നത്. പത്രോസ് കൂടിയിരുന്ന് എന്ത് ചെയ്യാണ്? ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആ വാക്യം ഒന്ന് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? ഓൺലി 14th verse. 14-ാമത്തെ വാക്യം മാത്രം. 14-ാമത്തെ വാക്യം മാത്രം. ഓക്കെ, കുഴപ്പമില്ല, സാരമില്ല. ആ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവർ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അപ്പോ അപ്പോസ്തല പ്രവൃത്തിയിലെ ആ തുടക്കത്തിൽ ഈ 3 കാര്യങ്ങൾ സംഭവിച്ച് മനസ്സിലാക്കിയ പത്രോസിനെ കുറിച്ചും ശേഷമുള്ള അപ്പോസ്തലന്മാരെ കുറിച്ചും ബാക്കി കൂടെ ഉണ്ടായിരുന്നവരെ കുറിച്ചും പറയുകയാണ്. 1-ാമത്തെ ഒരു കാര്യം അവരെന്താണ്? അവർക്ക് മനസ്സിലായി, ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്കും പുരോഗമനത്തിനും ക്രിസ്തുവാകുന്ന തലയോളം വളരുന്നതിനും ഒഴിച്ചുകൂടാൻ കഴിയാത്ത, മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു കാര്യമാണ്, ജീവിത ശൈലിയായി മാറേണ്ടുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയില്ലാത്ത ഒരു വളർച്ചയില്ല, പ്രാർത്ഥനയില്ലാത്ത ഒരു ഉയർച്ചയില്ല, പ്രാർത്ഥനയില്ലാത്ത ഒരു ശുശ്രൂഷയില്ല, പ്രാർത്ഥനയില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമില്ല, പ്രാർത്ഥനയില്ലാത്ത ഒരു ആത്മീക വർധനമില്ല, പ്രാർത്ഥനയില്ലാത്ത ഒരു ഫലപ്രാപ്തിയില്ല. എല്ലാത്തിനും അടിസ്ഥാനമായിരിക്കുന്നത് പ്രാർത്ഥന എന്ന കാര്യം മനസ്സിലാക്കി അവർ ഒരു മനസ്സോടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് നമുക്കവിടെ കാണാനായി സാധിക്കുന്നത്. ഇവിടെ മാത്രമല്ല, പ്രാർത്ഥന അവർക്കൊരു ചടങ്ങായിരുന്നില്ല. നമുക്ക് പലപ്പോഴും പ്രാർത്ഥനകൾ ചടങ്ങായി മാറും, അല്ലെ? പ്രാർത്ഥന നമുക്കൊരു ചടങ്ങാ. വൈകിട്ട് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക, കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇതിന്റെ കുറവായിട്ടല്ല ഞാൻ പറയുന്നത്, അത് പലപ്പോഴും നമുക്ക് ചടങ്ങുകളായി മാറുക. അല്ലെങ്കിൽ ആ ഇരിക്കുന്ന സമയം 10 മിനിറ്റ് ആകട്ടെ, അരമണിക്കൂറാകട്ടെ, 1 മണിക്കൂറാകട്ടെ, ആ സമയം ഒരു അനുഭവമായി മാറുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇതിന്റെ ഈ ദൈവവചന ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഒന്ന് വിലയിരുത്തേണ്ടുന്നതാണ്. കാര്യം, അപ്പോസ്തല പ്രവൃത്തിയിലെ പ്രാർത്ഥനകളെല്ലാം അനുഭവങ്ങളായി, അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അവർ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുകയും അവർ ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു അവരുടെ പ്രാർത്ഥനകൾ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എന്താ? ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ആ പ്രാർത്ഥന നല്ല ഭംഗിയായിരുന്നു, എന്ത് രസമുണ്ടായിരുന്നു ആ പ്രാർത്ഥന കേൾക്കാൻ, നല്ല ഭാഷാ ശൈലിയായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക്, എത്ര ഭംഗിയോടും അടുക്കും ചിട്ടയോടും കൂടിയാ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥന വിലയിരുത്തപ്പെടേണ്ടുന്ന ഒന്നാണോ? അല്ലെങ്കിൽ പ്രാർത്ഥന നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? ഇതാണ് പലപ്പോഴും നമ്മൾ അറിയാതെ നാം പറഞ്ഞു പോകുന്നത്. പ്രാർത്ഥന വിലയിരുത്തപ്പെടേണ്ടുന്ന ഒന്നല്ല. കാര്യം അത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, ആ ദൈവവുമായിട്ടുള്ള ഒരു സംസർഗത്തിൽ, ദൈവവുമായിട്ടുള്ള ആ കമ്മ്യൂണിയനിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതം തന്നെ പ്രാർത്ഥനയായി മാറണം. എങ്കിലും നാം ചിലവഴിക്കുന്ന സമയങ്ങൾ, പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കുന്ന സമയങ്ങൾ ചടങ്ങുകളാകാതെ അനുഭവങ്ങളായി മാറുവാൻ കഴിയട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ അത് അനുഭവങ്ങളായിരുന്നു. ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ ഞാൻ പറയാം. 4-ാം അധ്യായത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവർ കൂടിയിരുന്ന് ഒരു മനസ്സോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം എന്ത് ചെയ്തു? കുലുങ്ങി. സോ ദേ എക്സ്പീരിയൻസ്, അവരെ അനുഭവിക്കുകയായിരുന്നു. പ്രാർത്ഥന എന്ത് ചെയ്യാണ്? പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ റിസൾട്ടും അവർ അനുഭവിച്ചു. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും എന്താണ്? 5 മിനിറ്റിലും 10 മിനിറ്റിലും അല്ലെങ്കിൽ സമയബന്ധിതമായി നാം സമയത്തിന് ഒതുക്കുന്ന പ്രാർത്ഥനകൾ അല്ലെ? 5 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു, 10 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അവിടെ അനുഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് ഈ വൈകിയ സമയം ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫിൽ, ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥനകൾ അനുഭവങ്ങളായി മാറും. നമ്മുടെ ജീവിതത്തിലെയും നമ്മുടെ പ്രാർത്ഥനകൾ മറക്കാൻ കഴിയാത്ത, ഓർമ്മിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഓരോ അനുഭവങ്ങളായി മാറ്റാം. കാര്യം അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ പ്രാർത്ഥനകളെല്ലാം അനുഭവങ്ങളായിട്ടാണ് രേഖപ്പെടുത്തിയത്, ചടങ്ങുകളായിട്ടല്ല. ഒരു ചടങ്ങായിട്ടല്ല പ്രാർത്ഥന രേഖപ്പെടുത്തിയ. അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയ പ്രാർത്ഥനകളെല്ലാം അനുഭവങ്ങളായിരുന്നു. അതെല്ലാം എക്സ്പീരിയൻസുകളായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ 12-ാം അധ്യായത്തിൽ നാം കാണുന്നു, അവിടെ പത്രോസിനെ തടവിലാക്കിയപ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. എവിടെ തുടങ്ങിയതാ? 1-ാം അധ്യായത്തിൽ തുടങ്ങിയ പ്രാർത്ഥനയാണ്. 1-ാം അധ്യായത്തിൽ തുടങ്ങിയ പ്രാർത്ഥന 12-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അവർക്ക് വേറെ അല്ലെങ്കിൽ ഒരു ഹർജി കൊടുക്കാനോ അല്ലെങ്കിൽ നേതാക്കന്മാരെ പോയി കാണാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഒന്നും അവർ പോയില്ല. അവരെന്താ ചെയ്തിരുന്നത്? കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനകൾ അനുഭവങ്ങളായി മാറി, സാക്ഷ്യങ്ങളായി മാറുവാനിടയായി. നമ്മുടെയൊക്കെ പ്രാർത്ഥനകള് ചടങ്ങുകളായിട്ട് മാത്രം ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അപ്ഡേറ്റഡ് ആയിട്ട് സ്പിരിച്വൽ അപ്ഡേഷൻസ് ലഭിച്ച ദൈവമക്കളുടെ പ്രാർത്ഥനകളെല്ലാം അനുഭവങ്ങളായി മാറും. നമ്മുടെയും പ്രാർത്ഥനകൾ അനുഭവങ്ങളായി മാറട്ടെ, ചടങ്ങുകളെക്കാൾ അധികമായി. അപ്പൊ ഒന്നാമത്തെ കാര്യം, പത്രോസിന്റെ ജീവിതത്തിലെ പ്രാർത്ഥന അനുഭവമായിരുന്നു, ചടങ്ങല്ലായിരുന്നു. താനത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നമുക്ക് അതിന്റെ അപ്ഡേറ്റഡ് ആയ പത്രോസിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ കാര്യം കാണാൻ കഴിയുന്ന 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. നമുക്കറിയാവുന്ന ഒരു സന്ദർഭമാണ്. അവിടെ ഫില്ലിംഗ് ദ ഗ്യാപ്പ്, അവിടെ ഒരു ഗ്യാപ്പ് നികത്തുകയാണ്, ഒരു ശൂന്യത നികത്തുകയാണ്. എന്താണ് ആ ശൂന്യത? ഒന്ന് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. 16-17 1-ാം അധ്യായത്തിന്റെ 16. സഹോദരന്മാരും പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. ഇവിടെ നാം കാണുന്നത് മതിയല്ലേ? ഇവിടെ നാം കാണുന്നത് അവിടെ ഒരു ഗ്യാപ്പ് വരികയാണ്. ആരാണ്? യൂദായുടെ ഒരു അഭാവം, യൂദായുടെ അഭാവമാണ്. യൂദ ഇപ്പൊ അവിടെ ഇല്ല. അപ്പൊ ആ അഭാവത്തിൽ എങ്കിൽ പോട്ടെ, ആ വ്യക്തി പോയപ്പം ആ സ്ഥാനം കൂടെ ഞാൻ അങ്ങ് ഏറ്റെടുക്കാവുന്നല്ല ആര് പറഞ്ഞത്? പത്രോസ് പറഞ്ഞത് അല്ലെ? പത്രോസ് അദ്ദേഹം കൂടെ പോയി. അപ്പൊ അവിടുത്തെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ ഗ്യാപ്പ് എനിക്ക് നികത്താം എന്നല്ല പത്രോസ് പറഞ്ഞത്. ആ ഗ്യാപ്പ് അവിടെ കിടക്കുകയാണ്. യേശു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയി. ആ ഗ്യാപ്പ് അവിടെ കിടക്കുന്നു. ആ ഗ്യാപ്പ് നികത്തേണ്ടുന്ന ഉത്തരവാദിത്വം എനിക്കാണ്, ഞാനത് ചെയ്യുമെന്ന ബോധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് ആ കാര്യങ്ങൾ പൊതുവിനെ ബോധ്യപ്പെടുത്തുന്നു. ആ ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ
പല ഗ്യാപ്പുകൾ വരാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ളവരായിരിക്കാം, നമ്മുടെ ബന്ധുമിത്രാദികളായിരിക്കാം, നമ്മുടെ കൂട്ടത്തിലുള്ളവരായിരിക്കാം, ജോലി ചെയ്യുന്നവരായിരിക്കാം. ഇവരൊക്കെ നമ്മളോടൊപ്പം ആത്മീകമായി നിൽക്കാൻ കഴിയാതെ പല ഗ്യാപ്പുകൾ അവിടെ കിടക്കുക. അവരൊക്കെ നഷ്ടമായി ഇരിക്കുന്ന അനുഭവങ്ങൾ കണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ, അവരെയും കൂടെ നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് നിർത്താൻ, അവരെയും കൂടെ നമുക്കൊപ്പം ഒന്ന് കൊണ്ടുവരാൻ കഴിയുന്ന പ്രാർത്ഥനകളും തരത്തിലുള്ള ഇടപെടലുകളും ഒക്കെ നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്ന് ഇന്ന് രാത്രി നമുക്കൊന്ന് ചിന്തിക്കുവാനായി കഴിയട്ടെ. ഗ്യാപ്പുകൾ പലയിടത്തും കിടക്കുന്നു, പല ഗ്യാപ്പുകൾ, പലരും ഒഴിഞ്ഞുപോയ ഗ്യാപ്പുകൾ കിടക്കുന്നു. അത് നികത്താൻ പ്രാർത്ഥനയിലൂടെ നികത്താൻ, അല്ലെങ്കിൽ അത് ഒരു ആത്മീക ശുശ്രൂഷയിലൂടെ നികത്താൻ, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിലൂടെ ആ കാര്യങ്ങളെ നികത്താൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന വസ്തുത ബോധ്യം നമുക്കുണ്ടാകട്ടെ. പത്രോസ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തു. അവിടെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അങ്ങനെ അങ്ങ് പൊക്കോട്ടെ, അതെങ്ങനെയെങ്കിലും പൊക്കോട്ടെ, സാരമില്ല എന്നല്ല പത്രോസ് അവിടെ പറയുകയും ചെയ്യുകയും ചെയ്തത്. മറിച്ച് താൻ അവരോട് പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയല്ല, നമുക്ക് ഇവിടെ യേശുവിന്റെ ഉയർപ്പിന് സാക്ഷ്യം വഹിച്ച ഒരാളെയും കൂടെ നിർത്തണം. അങ്ങനെ നമ്മളെ 12 പേരെയും ഏൽപ്പിച്ച ശുശ്രൂഷ നമുക്ക് ഒരുമിച്ച് ഈ പട്ടണങ്ങളിൽ കയറിയിറങ്ങി ചെയ്യണം എന്ന് അവരെയും പ്രോത്സാഹിപ്പിക്കുകയും കൂടെ നിർത്തുകയും ഒഴിഞ്ഞുപോയ സ്ഥാനങ്ങൾ നികത്താൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അപ്ഡേറ്റഡ് ആയ പത്രോസിനെയാണ് നമുക്ക് അവിടെ കാണാനായി സാധിക്കുന്നത്. ഒരുപക്ഷെ ഇത് അപ്ഡേഷൻസ് ഒക്കെ ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഒരാൾ ഒഴിഞ്ഞു പോയെടുത്ത് പത്രോസ് തന്നെ കയറി എങ്ങനെ നിൽക്കും, കയറിന്നിട്ട് പറയും ഞാൻ ചെയ്തോളാം, ഇവിടുത്തെ കാര്യം കൂടെ ഞാൻ ചെയ്തോളാം എന്നൊരു പക്ഷെ താൻ പറയാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പൊ പറയുകയാണ് ഇത് ആവശ്യമായിരിക്കുന്നു, ഈ വ്യക്തി ഇവിടെ ആവശ്യമാണ്, നമുക്ക് തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ് വളരെ മാതൃകാപരമായ ഒരു തിരഞ്ഞെടുപ്പ് അവിടെ നടത്തുന്നതും നമുക്ക് കാണുവാനായി സാധിക്കും. ഇന്നത്തെ ആനുകാലിക സഭകൾക്കും സഭാ നേതാക്കന്മാർക്കും അനുവർത്തിക്കാൻ കൊള്ളാകുന്ന ഒരു മാതൃകാപരമായ തിരഞ്ഞെടുപ്പിന്റെ മാതൃകയാണ് അപ്പോസ്തലനായ പത്രോസ് അവിടെ കാണിക്കുന്നത്. പല സഭകളിലും ചർച്ചകളിലും ഈ തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളൊക്കെ നടത്താറുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് നമുക്ക് അനുവർത്തിക്കാൻ കഴിയുന്ന മാതൃകാപരമായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, he was filling the gap. എവിടെയൊക്കെയാണോ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നത് ആ ഗ്യാപ്പുകളെ താൻ ഫില്ല് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത്തെ കാര്യം അത് നമുക്ക് കാണാനായി സാധിക്കുന്നത്, വാക്യം ഒന്ന് വായിച്ചു, 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. മൂന്നാമത്തെ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിന്റെ അപ്ഡേഷൻസ് ആണ്. 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഈ അപ്ഡേഷൻസ് ലഭിച്ച പത്രോസിന്റെ ജീവിതത്തിൽ താൻ എങ്ങനെ കാര്യങ്ങളെ ചിന്തിച്ചു, കാര്യങ്ങളെ ചെയ്തു, കാര്യങ്ങളെ ഇനിഷ്യേറ്റീവ് എടുത്തു എന്നതാണ്. 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പറക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ പ്രാപണം ഒക്കെ കഴിഞ്ഞിട്ട് ഇവർ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയാണ്. ഇതെല്ലാം കേട്ടിട്ട് ആളുകൾ കൂടി നിന്നവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? 13-ാമത്തെ വാക്യം, ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് ചിലർ പറഞ്ഞു പരിഹസിച്ചു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുകയാണ്. ഈ പരിഹാസം കേട്ടപ്പോൾ, ഈ ന്യായമല്ലാത്ത കാര്യം കേട്ടപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അവിടെ എന്ത് ചെയ്യുക, എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ ഒരു കറക്ഷൻ പറയുക. അല്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത് പോലത്തെ ഒരു കാര്യമല്ല ഇത്. നിങ്ങൾ ചിന്തിക്കുന്നു, അതും വളരെ വളരെ പക്വതയോടുകൂടെ, വളരെ തന്മയത്വത്തോടുകൂടി അവരോട് സംസാരിക്കുകയാണ്. അല്ലെ അവരോട് വഴക്കിടുകയോ അല്ലെങ്കിൽ അവരോട് കയർത്ത് സംസാരിക്കുകയോ അല്ല ചെയ്യുന്നത്. വളരെ പക്വതയോടുകൂടെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പത്രോസ് പറയുക, കുഞ്ഞുങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇതൊരു പുതുവീഞ്ഞിന്റെ വിവക്ഷതയൊന്നുമല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ദൈവവചനത്തിലും വാഗ്ദത്ത നിവൃത്തിയാണ് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായി പറയുന്ന ആ വിശ്വാസങ്ങളെ തെറ്റ് വന്നപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു പത്രോസിനെയാ നമുക്ക് അവിടെ കാണാനായി സാധിക്കും. നമ്മുടെയും ഒക്കെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒക്കെ കാര്യങ്ങൾ കാണുമ്പോൾ വളരെ പക്വതയോടുകൂടെ
തന്മയത്വത്തോടുകൂടെ അതിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ, അവരെ ഗ്രഹിപ്പിച്ചു കൊടുക്കുവാൻ നമുക്കും കഴിയട്ടെ. അല്ലെങ്കിൽ പരിഹാസങ്ങൾ പലതും കേൾക്കുമ്പോൾ എല്ലായിടത്തും ഒന്നും നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല, അല്ലെ? എല്ലായിടത്തും ഒന്നും നമ്മൾ മറുപടി ഇങ്ങനെ ഒരു ചിന്തകൻ പറഞ്ഞു, കുരയ്ക്കുന്ന പട്ടികളെല്ലാം അതിന്റെ പുറകെ കല്ലെടുത്തെറിയാനായി പോയി കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനായി കഴിയുകയില്ല. അതല്ലിത്. ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചോ നമ്മുടെ അടുത്തേക്ക് വന്ന ഒരാള് അതിനെ പരിഹസിക്കുമ്പോൾ അവർക്കത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു പക്വതയും ആ തരത്തിലുള്ള ഒരു ആത്മീക വളർച്ചയും അപ്പോസ്തലനായ പൗലോസ് പ്രാപിച്ചു എന്നതിന്റെ തെളിവാണ് ഇവിടെ താൻ എഴുന്നേറ്റ് നിന്ന് ഈ കാര്യങ്ങളെ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു എന്നതിലൂടെ നമുക്ക് കാണാനായി സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആത്മീക പക്വത ഉണ്ടാകട്ടെ. സ്പിരിച്വൽ അപ്ഡേഷൻസ് ലഭിച്ച വ്യക്തികൾ വളരെ പക്വതയോടുകൂടെ ആ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതായി നമുക്ക് കാണാനായി സാധിക്കും. നാലാമത്തെ കാര്യം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഒന്ന് വായിച്ചു. 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 4-ാമത്തെ സ്പിരിച്വൽ അപ്ഡേഷൻസ് ലഭിച്ച അപ്പോസ്തലനായ പത്രോസിന്റെ ജീവിതത്തിലെ 4-ാമത്തെ കാര്യം. അവനെ വലം കൈക്ക് പിടിച്ചു എഴുന്നേൽപ്പിച്ചു, അവന്റെ കാലും നെറിയണിയും ഉറച്ചു. ഇവിടെ നമുക്ക് കാണാനായി സാധിക്കുന്ന ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത്. പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. ആ വ്യക്തി അവരെ സൂക്ഷിച്ചു നോക്കിയാണ്. എന്തെങ്കിലും ലഭിക്കും എന്ന് ഒക്കെയുള്ള ചിന്തയിൽ അവർ ശ്രദ്ധിച്ചു നോക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ആംഗ്യ ഭാഷയിലാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ നിലവാരത്തിൽ താൻ സാധാരണ ചോദിക്കുന്നത് പോലെ തന്നെ അവരോടും ചോദിച്ചിട്ടുണ്ടാകാം. എന്താണ് അവരുടെ വ്യക്തമായ മറുപടി? പത്രോസ് പറയുകയാണ്, 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് കാണാനായി സാധിക്കുന്നത്, പത്രോസ് തന്റെ വലങ്കൈ കൊടുക്കുന്ന നിലവാരത്തിൽ, മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്ന നിലവാരത്തിൽ താൻ അപ്ഡേറ്റ് ആകുവാനിടയായി. തനിക്കൊരു അപ്ഡേഷൻ ലഭിച്ചു. എങ്ങനെയാണ്? ഒരു മുടന്തനായ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തി ഇവൻ എങ്ങനെയായിത്തീരും? ഇവന് എഴുന്നേക്കുവോ? ഇവന് എഴുന്നേക്കാൻ സാധ്യതയുണ്ടോ? എങ്ങനായിത്തീരും? ഇങ്ങനെയൊന്നും ഉള്ള ചിന്തകളൊന്നുമില്ല. ഇതെല്ലാം മാറ്റിയിട്ട് താൻ ആ വ്യക്തിക്ക് പോയി കരം കൊടുക്കുകയാണ്. ആ വ്യക്തിയെ സഹായിക്കുന്ന പത്രോസിനെയാണ് നമുക്ക് ഇവിടെ കാണാനായി സാധിക്കുന്നത്. ഹെൽപ്പിംഗ് ഹാൻഡ്സ്. ഇത് നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യം ഇതാണ്. നമ്മളെയൊക്കെ തേടി ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വാക്കുകൾക്കായിരിക്കാം, നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഒരു നല്ല വാക്കായിരിക്കാം, നല്ല ഒരു ഉപദേശമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആവശ്യമുള്ള ഒത്തിരി പേർ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. ഇവരുടെയൊക്കെ ആവശ്യങ്ങളെ മനസ്സിലാക്കി വലങ്കൈ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ആത്മീക പക്വതയും വളർച്ചയും പുതുക്കവും ഒരു അപ്ഡേഷനും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. 2024 അത് ദൈവ മഹത്വത്തിന് കാരണമായി തീരുവാൻ കർത്താവിടയാക്കട്ടെ. ഇവിടെ പത്രോസ് പറയുന്ന ഒരു കാര്യം, എനിക്ക് മറ്റൊന്നും തരാനില്ല, എനിക്കുള്ളത് എന്റെ കൂടെയുള്ള യേശു കർത്താവ്, എന്റെ വലങ്കൈ പിടിച്ച കർത്താവ്. പത്രോസിന് വളരെ വ്യക്തമായി വലങ്കൈ കൊടുക്കാൻ കഴിയും. കാര്യം മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഇവർ ഒരുമിച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ഈ കടലിന്റെ മുകളിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ കാറ്റ് വന്നു, കണ്ടു ഭയപ്പെട്ടപ്പോൾ അടുത്തുള്ള മറ്റ് ശിഷ്യന്മാരല്ല കൈ കൊടുത്തത് ആരാണ്? യേശു കർത്താവ് കരം കൊടുത്തു. ആ കരം കൊടുത്ത യേശു കർത്താവിന്റെ കരം പിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ആ കാറ്റും കോളും അടങ്ങുന്നത് വരെ ആ വെള്ളത്തിൽ തന്നെയായിരുന്നു. ഒരു ബോട്ടിൽ കയറിയില്ല. അത് അടങ്ങുന്നത് വരെ, അത് ശാന്തമാകുന്നത് വരെ അവർ ആ പടകിന്റെ പുറത്ത് വെള്ളത്തിൽ തന്നെയായിരുന്നു. ഈ അനുഭവമുള്ള പത്രോസിന് ഒരു വ്യക്തിക്ക് കരം കൊടുക്കുന്നതിന് വലിയ ഭയമൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ കേൾക്കുന്ന ദൈവമക്കളെ, യേശു നിങ്ങളുടെ കരം പിടിച്ചിട്ടുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഏത് ജീവിതയാത്രയിലും സാഹചര്യത്തിലും
തളർന്നു പോകാതെ പതറിപ്പോകാതെ മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന നിലവാരത്തിൽ സർവശക്തന്റെ കരങ്ങൾ നിങ്ങളുടെ കരങ്ങളിലുണ്ട്, നിങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായും എനിക്കും നിങ്ങൾക്കും പ്രതികൂലത്തിൽ കിടക്കുന്ന, പ്രതിസന്ധിയിലായിരിക്കുന്ന, രോഗിയായിരിക്കുന്ന, ആത്മീക വളർച്ചക്കുറവുള്ള, ആത്മീകമായി പുറകോട്ട് നിൽക്കുന്ന ഒരാൾക്ക് വലങ്കൈ കൊടുക്കാനായി കഴിയും. അവിടെ നാം ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. കാര്യം നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് സർവശക്തന്റെ കരങ്ങളാണ്, സർവശക്തന്റെ കരങ്ങളാണ്. ആ കരങ്ങൾ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ കൊടുക്കുന്ന കരം എന്റേതല്ല. എനിക്ക് വേണ്ടി ഞാൻ കൊടുക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന, ഉയർത്താൻ കഴിയുന്ന യേശുവിന്റെ കരങ്ങളാണെന്നുള്ള ബോധ്യം ഈ പത്രോസിനുണ്ടായി. അതൊരു വലിയ സ്പിരിച്വൽ അപ്ഡേഷൻ. ആ ഒരു ബോധ്യത്തിലാണ് പത്രോസ് ഇപ്പൊ കൈകൊടുക്കുന്നത്. നമ്മുടെയൊക്കെ ചുറ്റുപാടും ഒത്തിരി ആളുകളുണ്ട്. അത് നമ്മളെ ആവശ്യപ്പെടുന്ന, നമ്മളെ ആഗ്രഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒക്കെ ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ, നമുക്കൊന്ന് ദൈവത്തോട് ചോദിക്കാൻ കഴിയട്ടെ, കർത്താവേ ആ തരത്തിലുള്ള ഒരു സ്പിരിച്വൽ അപ്ഡേഷൻ അങ്ങ് എനിക്ക് തരണമേ, ആത്മീക പുതുക്കം എനിക്ക് തരണമേ. മറ്റുള്ളവരെ കണ്ടിട്ട് കാണാതെ പോകുന്നതല്ല, മറ്റുള്ളവരെ കണ്ടിട്ട് ശ്രദ്ധിക്കാതെ പോകുന്നതല്ല എന്നെ അങ്ങ് ആക്കി വച്ചിരിക്കുന്നത്. അവരെ ശ്രദ്ധിക്കുന്നതിനും, അവരെ കേൾക്കുന്നതിനും, അവർക്ക് എന്റെ വലം കൈ കൊടുക്കുന്നതിനും ഒക്കെ ആണല്ലോ അങ്ങനെ ആക്കിയിരിക്കുന്നത്. അത് ചെയ്യാതെ പോയതിനോട് ക്ഷമിക്കണമേ, വരും ദിവസങ്ങളിൽ ചെയ്യാൻ നീ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ മുന്നേറാൻ കർത്താവ് എന്നെയും നിങ്ങളെയും സഹായിക്കണം. അപ്ഡേറ്റഡ് ആയിട്ടുള്ള പത്രോസിന്റെ നാലാമത്തെ ഒരു ക്വാളിറ്റിയാണ് നാം കാണുന്നത്. പത്രോസ് തന്റെ സഹായിക്കുന്ന കരങ്ങൾ, സഹായിക്കുന്ന ഹസ്തം. അഞ്ചാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഇതാണ്. 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ചാൽ, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. അതാണ് ഇവരെ സമൂഹം നോക്കുമ്പോ അവരെന്താണ്, വലിയ പഠിപ്പൊന്നുമില്ല. അപ്പം ഇവരുടെയൊക്കെ ഈ സിനഗോഗുകളിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സിനഗോഗുകളിലൊക്കെ റബിമാരുടെ കോട്ടിങ്സ് ആണ് അവര്, തൽമൂദുകൾ, അതിൻ്റെ അകത്ത് നിന്നൊക്കെ പറയുന്ന കോട്ടിങ്ങുകളുണ്ട്. കോട്ടിങ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ഇന്ന സ്ക്രൈബ് ഇങ്ങനെ പറഞ്ഞു, ഇന്ന ന്യായശാസ്ത്രി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന്റെയൊക്കെയുള്ള ആ തരത്തിലുള്ള ആധികാരികതയോടുകൂടിയാണ്, അവർ റെഫറൻസോടുകൂടിയാണ് സിനഗോഗുകളിലെ പഠിപ്പിക്കലുകളും അവരുടെ ശിക്ഷണങ്ങളും ഒക്കെ ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു യേശു പഠിപ്പിച്ചത്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു എന്നൊക്കെയുള്ള ഒരു ആധികാരികതയിലായിരുന്നു യേശു അവർക്ക് പറഞ്ഞു കൊടുത്തത്. അവര് കണ്ടിട്ടുള്ള, ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പഠിപ്പിക്കലായിരുന്നു യേശുവിൻ്റെത്, ഒരു ശിക്ഷണ ശൈലിയായിരുന്നു. ഞാനൊരു പുസ്തകം ഇങ്ങനെ ഇങ്ങനെ വായിച്ചുകൊണ്ട് യേശുവിന്റെ പഠിപ്പിക്കലുകളെ കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള ഒരു പുസ്തകം ഞാൻ ഇങ്ങനെ വായിക്കുകയായിരുന്നു. അപ്പൊ യേശുവിന്റെ പഠിപ്പിക്കലുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശക്തമായിരുന്നു, വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരുന്നു. ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന, അവരെ മനസ്സിലാക്കാൻ കഴിയുന്ന, അവരുടെ സാധാരണ നിലവാരത്തിൽ അവരെന്താണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ മാനസികമായ അവസ്ഥ, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു ശിക്ഷണ രീതിയൊക്കെ ആയിരുന്നു യേശുവിന്റെ ശിക്ഷണ രീതി. ഇതിനുശേഷം വന്നപ്പോൾ സാധാരണ മനുഷ്യരായ, സാധാരണക്കാരനായ പത്രോസും യോഹന്നാനും ഒക്കെ എഴുന്നേറ്റ് നിന്ന് അവരുടെ ശിക്ഷണവും അവരുടെ പഠിപ്പിക്കലും ഒക്കെ കണ്ടിട്ട് ജനം ആശ്ചര്യപ്പെടുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, അവരുടെ ധൈര്യം നോക്കണം, എത്ര ധൈര്യത്തോടു കൂടിയാണ് അവർ പറയുന്നത്, എത്ര വ്യക്തതയോടുകൂടിയാണ്